CP ജോൺ എന്ന് പറയുന്ന മന്ത്രി അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു ക്വാളിറ്റി അനുസരിച്ച് CP ജോൺ ഒരു പക്ഷേ ഇരിക്കേണ്ട സ്ഥാനം ഒരു എന്താ പറയുക ഒരു ഗതാഗത വകുപ്പ് അല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം. കാരണം മറ്റൊന്നുമല്ല, CP ജോൺ ഒന്നുകിൽ ഒരു വിദ്യാഭ്യാസ വകുപ്പിലേക്കോ സഹകരണ വകുപ്പിലേക്കോ ഒക്കെ അല്ലെങ്കിൽ സാംസ്കാരിക വകുപ്പിലേക്കോ ഒക്കെ ചിന്തിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ആ നിലയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന അത്രത്തോളം ക്വാളിറ്റിയുള്ള ഒരു നേതാവാണ് CP ജോൺ. അദ്ദേഹം അത്രത്തോളം മികച്ച ഒരു മന്ത്രിയായി മാറിയേനെ ഈ വകുപ്പുകളിൽ എവിടെയെങ്കിലും ആയിരുന്നുവെങ്കിൽ. ഗതാഗത വകുപ്പിൽ അദ്ദേഹം ഒരിക്കലും ഇരിക്കാൻ പറ്റിയ ഒരാളല്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ CP ജോൺ അധികാരമേൽക്കുമ്പോൾ ഇവിടെ KSRTC എന്ന് പറയുന്ന ഒരു സംവിധാനം അത്യാവശ്യം തകർന്ന് താശമായി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 2016 അധികാരമേറ്റ സമയത്ത് അല്ലെങ്കിൽ ആ സമയത്ത് ആര്യാട മുഹമ്മദ് പറഞ്ഞ് ഇത് സ്വാഭാവിക മരണത്തിലേക്ക് പോകുന്ന സ്വാഭാവികമായി ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു പൊതുഗതാഗത സംവിധാനമാണ് നമ്മുടെ ഈ KSRTC എന്ന് അന്നത്തെ ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞിരുന്നു. പക്ഷേ തുടർന്ന് വന്ന സർക്കാർ അതിനെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ ഗതാഗത വകുപ്പിനെ പുതിയൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധിച്ചു. ഇന്ന് നമുക്കറിയാം, നിരത്തിൽ K-Swift പോലെയുള്ള സംവിധാനങ്ങൾ കാരണം നിരവധി വാഹനങ്ങൾ ഇന്ന് നമ്മുടെ റോഡുകളിൽ നമുക്ക് കാണാം, നിരത്തുകളിൽ കാണാം. വാഹനത്തിൻ്റെ പല രീതിക്കനുസരിച്ച് പ്രീമിയം വാഹനങ്ങൾ വരെ നമ്മൾക്കെത്തി. ടൂറിസത്തിന് വേണ്ടിയിട്ട് എങ്ങനെ KSRTC ബസ്സുകളെ ഉപയോഗിക്കാമെന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തി. പ്രീമിയം വാഹനങ്ങൾ ഈ സ്കാനിയ പോലെയുള്ള വിലപിടിപ്പുള്ള വാഹനങ്ങൾ വരെ നമ്മുടെ നിരത്തിൽ ഇന്ന് കാണാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടു. അതായത് KSRTCക്ക് ഇതുവരെ ഇല്ലാതിരുന്ന ഒരു മാറ്റത്തിലേക്ക് KSRTCയെ കൊണ്ട് എത്തിച്ചു എന്നുള്ളതാണ് വാസ്തവം. അപ്പം എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് നോക്കിയാൽ, ഒന്നുകിൽ ഇച്ഛാശക്തിയുള്ള KSRTC എന്ന് പറയുന്ന ഒരു സംഭവത്തെ അല്ലെങ്കിൽ ആ സംവിധാനത്തെ നിലനിർത്തിക്കൊണ്ട് പോകണമെന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു പൊതു ഗതാഗത സംവിധാനത്തെ നിലനിർത്തിക്കൊണ്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സർക്കാർ ഇവിടെയുണ്ടായി. അതോടൊപ്പം അതിന് പറ്റിയൊരു മന്ത്രി കൂടി വന്നു. നമുക്കറിയാം, ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ കിടന്ന ഏത് സമയത്തും അടച്ചുപൂട്ടേണ്ടി വരും എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ കിടന്ന KSRTC പോലെ ഒരു സംവിധാനത്തെ ഇന്ന് നമ്മൾ കാണുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചുകൊണ്ട് ഏകദേശം 8 കോടി രൂപ വരെ പ്രതിദിനം വരുമാനം വരുന്ന ഒന്നാക്കി ഇതിനെ മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. അത് KB ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഒരു മന്ത്രി എടുത്ത എഫർട്ടിൻ്റെയും അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിനോടുള്ള ഒരു ഡെഡിക്കേഷൻ്റെയും ഒരു ആത്മാർപ്പണം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് പിന്നെ തന്നെയല്ല, സ്വാഭാവികമായി അദ്ദേഹത്തിന് ഈ വാഹനങ്ങളോടുള്ള അമിതമായ ഭ്രമം അതൊക്കെ കൊണ്ടാണ് അങ്ങനെ ഒരു ഇതിലേക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചത്.